ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ലോങ് വീഡിയോ എടുക്കാൻ പോകണം. കുറേ നാളായാലും നമ്മളൊരു ലോങ് വീഡിയോസ് എടുത്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ കുറച്ചായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കമൻറ്റാണ് നമ്മുടെ ലോങ് വീഡിയോസ് മിസ് ചെയ്യണമെന്ന്. അപ്പോൾ കുറച്ച് നാളായി ലോങ് വീഡിയോസ് എടുത്തിട്ട് അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇന്നത്തെ നമ്മുടെ ലോങ് വീഡിയോ ഒരു മോർണിംഗ് റൊട്ടീനാണ്. ഇപ്പോൾ വീഡിയോസ് എടുക്കാത്തത് രാവിലെ ഇവർക്ക് നേരത്തെ വണ്ടി വരും, ഒരു 8 മണിയാകുമ്പോഴേക്കും സ്കൂൾ വണ്ടി വരും, പിന്നെ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും എടുക്കാത്തത്. ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ എടുക്കാനത്. പാച്ചുമോൻ നേരത്തെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി പാച്ചുമോന് രാവിലെ ഇനിയിപ്പോൾ സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങളായ അപ്പോഴേക്കും നേരം അങ്ങടെ പോയി കിട്ടും. ഇല്ല പാച്ച കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും 8 മണിയാവും. പാച്ചുമോൻ്റെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പാച്ചും എനിട്ടുണ്ട്, ഒരാൾ എനിട്ട് അവിടെ പല്ല് വയ്ക്കാനുള്ള തന്ത്രപ്പാട് ഇരിക്കുന്നു. നല്ല കബക്കെട്ട് അടമ്പടെ ഇവിടെ നല്ല മഞ്ഞ, രാവിലെ തന്നെ നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ മഞ്ഞാണ്. അപ്പോൾ പാച്ചുവിനൊക്കെ നല്ല കബക്കെട്ടാണ്. ടുടാ ഒരു തവള വരണ്ടിട്ട് ഇങ്ങടെ രാവിലെ വന്നിട്ടുള്ള തവളയാ. തവളെ തവളെ പൊക്കറോം മാക്കാൻ തവളെ ഒരു മാക്കാൻ തവള ഇട്ടിട്ട് പല്ലേക്കാൻ മടിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. അല്ല തവളെ മാക്കാൻ തവളെ അയ്യോ മാക്കാൻ തവളെ പഠിക്കാൻ പോണില്ലേ? മാക്കാൻ തവളെ പോണില്ലേ 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 പറയതവളെ. ലുഡുന്ന് രോമാഞ്ചാണ്. രാവിലെ എനിറ്റപ്പോൾ തൊട്ട് ഇങ്ങനെ സ്റ്റഡി വടിയായിട്ട് നിൽക്കലാണ് ലുഡുവിൻ്റെ പണിയിട്ടാ. പാച്ചുവാ ഇനി വീഡിയോ ഞാൻ എടുത്തോണ്ട് പോയി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കൂ. കടക്കൂ, പ്രഭാത കർമ്മങ്ങളിലേക്ക് കിടക്കൂ. ഇവരൊരു പ്രത്യേകതയുണ്ട്. ഇത് മറ്റേ ബാലാമണി നന്ദനത്തിൻ്റെ പോലെയാ. ഒരാളോട് പല്ലേക്കാൻ പറഞ്ഞ ദാക്ഷായണിയമ്മ ഇങ്ങോട്ട് നടന്നോളാന്ന് പറയുന്ന പോലെ ഡുഡു ഇങ്ങോട്ട് നടന്നോളാ. എന്നാ പാച്ചു അതെടുക്കുക, ബ്രഷ് അങ്ങോട്ട് എടുക്കുക. അതാണ് അവരുടെ സ്വഭാവം. ചെല്ല് ചെല്ല് ഡുഡു പല്ലില്ല. ഡുഡു ചെല്ലട ഡുഡുവാ ചെല്ല്. ഡുഡു ചെല്ല്. ഡുഡു ബ്രഷ് വെച്ചാലേ പാച്ചു വരുള്ളൂന്ന്. ചെല്ല്. പാച്ചുവിന്റെ പല്ലേച്ച് കഴിഞ്ഞതാ. ചെല്ല് ചെല്ല് ചെല്ല്. നേരില്ലാട്ടാ നടി കിട്ട എന്റെ കയ്യിൽ നിന്ന്. അത് വരെ ഇരിക്കും അങ്ങനെ. ചെല്ല് പാച്ചപ്പ ചെല്ലിടാ ചെല്ലിടാ ചെല്ല് ചെല്ലിടാ ചെല്ല്. അന്ന് അവിടെ ഇരുന്ന് നിങ്ങൾ തീരുമാനിക്കട്ടാ. വണ്ടി പോയി കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടാ. രാവിലെ തന്നെ അമ്മ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കുക കേട്ടോ. വേണ്ടോ കുറഞ്ഞു. ഇപ്പോൾ കയ്യിൽ നീരാണ്. മറ്റേ കയ്യിൽ ബാൻഡേജൊക്കെ ഇട്ട് കൈ കുളത്തിലിട്ടാണ് നടന്നത്. ഇപ്പം ഇത്തിരി നീര് കുറഞ്ഞപ്പോൾ ഞാൻ കൈ മാറ്റിയതാണ് ആ ബാൻഡേജ് ഇട്ടിട്ട്. അമ്മ രാവിലെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ പത്രം വന്നിരിക്കുന്നുണ്ട് കേട്ടോ. പത്രം അമ്മ കയറ്റി വെച്ചിട്ട് പോയതും ഞങ്ങളുടെ അവിടെ ഉണ്ടോ മഞ്ഞ്? ഇപ്പം കാണില്ല. ഇത്തിരി നേരം ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട്. അത് കാരണം മഞ്ഞ് അധികം കാണില്ല. ഇപ്പം മഞ്ഞ് പോയി. അല്ലെങ്കിൽ ഇത്തിരി കൂടി നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇവിടെയൊക്കെ നല്ല കോടയായിട്ടിരിക്കുന്നുണ്ടാവും മഞ്ഞ്. അത്ര മഞ്ഞാണ് നമ്മുടെ അവിടെ. ഇവിടെ വാവതെ മിറ്റടിച്ച് വരുന്നുണ്ട്. വാവേ ഗുഡ് മോർണിംഗ്. ഇത് ഇന്നലെ കുറച്ച് മുല്ലപ്പൂ ഉണ്ടായിരുന്നു. ഞാൻ അത് പൊട്ടിച്ച് തീച്ചപ്പന് കോർക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. തീച്ചപ്പന് അംഗനവാടിയെ പോകുമ്പോൾ വെക്കുക. മുല്ലപ്പൂ ഉണ്ടടി കുറച്ച്, അധികം ഇല്ല. അപ്പം ഞാൻ തീച്ചൂന് അംഗനവാടിയെ പോകുമ്പോൾ വെക്കാനേ ഇന്നലെ വൈകുന്നേരം കുറച്ച് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ചിന്നുൻ്റെ ഇത്തിരിയാണല്ലോ, അധികം ഒന്നുമില്ല. അമ്മ പഠിക്ക് പോവാൻ കുഴപ്പമില്ല. ചിന്നു രാവിലെ തന്നെ ചോറ് കൊടുക്കുന്നു. ചിന്നു ഗുഡ് മോർണിംഗ്. ചിന്നുവിൻ്റെ ചാനലിൽ റെഗുലറായിട്ടപ്പോൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കരിങ്കുളം ചങ്ങായിസ് എന്നാണ് ചാനലിൻ്റെ പേര്. ചിന്നു ഞങ്ങളെ പറഞ്ഞു ഇവിടെ വന്നതിന് ശേഷം അവളിത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടായാൽ ഇപ്പം എത്ര മറ്റേ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ
64K ഉണ്ട് ഒരു ഷോർട്ട് വീഡിയോ. ആ 64K ചെലവുണ്ടെന്ന്. രമേശ് എങ്ങടെ പോയ രാവിലെ തന്നെ? രമേശ് രാവിലെ കടയിൽ പോയിട്ട് എന്റെ പഞ്ചസാര കഴിക്കട്ടെ. അളിയന്റെ കാലുമ്മ നമ്മളെ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലല്ലോ, അളിയന്റെ കാലുമ്മ അതേ ചെറിയൊരു അപകടം പറ്റിയിരിക്കുന്നത്. ഇതൊന്നല്ല, ഇത് കുറഞ്ഞു. ആൾക്ക് ഇലക്ട്രിക് ഷോക്കിലല്ല, ഇലക്ട്രിക് കമ്പിൽ ഷോക്ക് ഉണ്ടോ നാളെ ജസ്റ്റ് വന്നിട്ട് ഒന്ന് പരീക്ഷിച്ചതാ. അപ്പൊ അതേ കാലുമ്മ ചെറിയൊരു പണി കിട്ടി. മിന്നൽ മുരളി ആവാൻ ശ്രമിച്ചതാ. അപ്പൊ ഷോക്ക് കിട്ടിട്ടിരിക്കുന്നു ആളത് കാരണം ഇപ്പൊ ഇവിടെ വീട്ടില് റെസ്റ്റിലാണ്. പാച്ചുവോ പോയി ചെല്ലിടെ കുളിക്കാൻ നോക്കണ ഉണ്ണി. ഡുഡു പല്ലേ ചിട്ടില്ലേട്ടാ കിട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടാൾക്കും. നേരത്തെ എണീറ്റാല ഉഷാറുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടത്തെ ഇവിടെ കിടക്കുന്നുണ്ടാ. എന്നിട്ട് നേരായിട്ടും എണീക്കാറായിട്ടില്ല. അമ്പാ അമ്പോ എനിക്ക് 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 നേരത്തെ എൻ്റെ അല ഉഷാറുണ്ടാവുള്ളൂ. എനിക്ക് 10 മിനിറ്റ് ആയി. എനിക്ക് ഇത് പാച്ചുവിനെ വിളിക്കണ കേട്ട അക്രമാട്ട അച്ഛനെ വിളിക്കാൻ. ചേട്ടൻ സാധാരണ നേരത്തെ എനിക്കാറുള്ളത് വർക്കൗട്ടിനൊക്കെ പോകാറുള്ളത്. ഇപ്പൊ ഇത്തിരി മടി പിടിച്ചിരിക്കുന്ന സമയാ. 50 മിനിറ്റ് വർക്കൗട്ടിന് പോയേ. അപ്പൊ എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടോ? ഞാൻ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഞാൻ ശരിയാക്കിയാലേ എനിക്ക് ഇവന്നാ ഗുഡ് മോർണിംഗ്. എനിക്കിന്ന് കണ്ണങ്ങടെ തുറക്കൂ, കണ്ണുകൾ തുറക്കൂ, എഴുന്നേറ്റ് നിൽക്കൂ, മുന്നിലുള്ള ഒരാളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കൂ. ചേട്ടന് നമുക്ക് ലെമൺ ടീ ഉണ്ടാക്കാം. ചൂട് വേണ സാധാരണ ചേട്ടൻ നേരത്തെ എനിക്ക് വർക്കൗട്ടിന് പോവാണ് ചെയ്യാറ്. അപ്പോൾ ചേട്ടൻ്റെ റൊട്ടീനൊക്കെ വേറെയാണ്. ഇതിപ്പം ഒത്തിരി മടിയുള്ള ദിവസങ്ങളായതുകൊണ്ട് വർക്കൗട്ടിന് പോയിട്ടില്ല. പിന്നെ ചായയും കാപ്പിയും ഒന്നും അങ്ങനെ കുടിക്കില്ല. ഇടയ്ക്ക് ഒരു ലെമൺ ടീ കുടിക്കും, അപ്പോൾ അല്ലെങ്കിൽ ഒരു കാപ്പി. അപ്പോൾ ലെമൺ ടീ ഇന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ലെമൺ ടീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ഈ സമയമാകുമ്പോഴേക്കൊന്നും ഇത്ര തണവൊന്നും ഉണ്ടാവാറില്ലല്ലോ. ജനുവരിയിലൊക്കെ നല്ല തണവ് ഉണ്ടാവാറ്. ജനുവരി ഒന്നും ചിന്നത പിള്ളേരുടെ പോക്കറ്റ് പാച്ചന്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കടലാസ് കണ്ടു കിട്ടിയുണ്ട്. എന്റെ ലവ് ലെറ്റർ ആവും. ഇത് വല്ല ആവശ്യമുള്ള സാധനം ഔട്ടാ. അതെന്തോ സ്കൂളിലത്തെ എന്തോ നോട്ടീസാന്ന് തോന്നുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ വല്ല പടം വരച്ചിട്ടുള്ളതാവും. ഇതൊന്നുമില്ല. ചിലപ്പോൾ സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുള്ള വല്ല സാധനങ്ങളൊക്കെ ആളെ പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ മറക്കും. എന്തോ വൈറ്റ് പേപ്പറാണ് പിള്ളേർ എന്തോ മിഠായിയൊക്കെ ആണെങ്കിൽ വേഗം എടുക്കാറുണ്ട്. വൈറ്റ് പേപ്പർ മാത്രമല്ലോ. പിന്നെ അതേ പിള്ളേരെ രണ്ടാളുടെ യൂണിഫോം തേക്കേട്ടാ. ടുഡു ഇവിടെ ക്ലയർ ജ്യോതിയിലാണ് ടുഡുവിനെ ചേർത്തിട്ടുള്ളത് ഇവിടേക്ക് വന്നതിന് ശേഷം. അപ്പോൾ ടുഡുവിൻ്റെ യൂണിഫോം സെയിം തന്നെയായിരുന്നു. നോർമൽ ഭവനത്തെ സെയിം യൂണിഫോം തന്നെയായിരുന്നു. സ്പെഷ്യൽ മാത്രം വ്യത്യാസമുള്ളൂ. സ്പെഷ്യൽ നമ്മൾ തയ്ക്കാൻ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് തയ്ക്കുക. ചിന്നു പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് അതിൻ്റെയാണ് നിങ്ങൾ അപ്പുറത്തെ കാണുന്ന സാരികള്. ഇത് ശരിയായിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. അവള് സാരി ഡ്രേപ്പിങ്ങിന്റെ ഒരു സംഭവം സ്റ്റാർട്ട്. ഇപ്പൊ കല്യാണ സീസൺ ഒക്കെ അല്ലേ, അപ്പൊ ഇങ്ങനെ സാരികളൊക്കെ ഡ്രേപ്പ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ഇത് അവള് പരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അമ്മയുടെ സാരികളിലാണ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെയാണ് ആ സാരി കാണുന്നത്. ഇനി അമ്മ ഉടുത്ത് നോക്കിയാലേ നമുക്കത് എത്രത്തോളം സക്സസ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. അമ്മ ഫുൾ ബിസിയാണ്. എനിക്ക് വന്നിട്ടാ
ഒക്കെ കഴിഞ്ഞിട്ടാ തമ്പുരാട്ടിക്കുട്ടി ഹലോ ഗൈസ് വീഡിയോ എടുക്കട്ടെ ഇവിടെ ഇവിടുത്തെ വീഡിയോ എടുക്കട്ടെ. ഹലോ ഗൈസ് പറയ്. ആ പറഞ്ഞോ പറഞ്ഞോ പറയ്. എന്തോടെ ഇറങ്ങിപ്പോ അവിടുന്ന് അവിടേക്ക് അവളെ കാണണമെന്ന് പറഞ്ഞു ഞാൻ സെൽഫി ക്യാമറ ഓൺ ആക്കിയതാട്ടാ. പറയ് ദാത്ത പറയ്. നമ്മളിന്ന് വീട്ടിലാ. ബാക്കി പറയ്. ഹലോ ഗൈസ്, നമ്മളിന്ന് പുതിയ വീഡിയോ എടുക്കാൻ പോവാ. പറയ്. ബാക്കി കാണാം. അപ്പൊ അല്ല തക്കാളി ചറും അത് രണ്ട് പാച്ചുമോന്റെ മെനുവില് പെടാത്ത ഐറ്റംസാ. അപ്പൊ അത് കാരണം ഞാനൊരു ഉരുളക്കിഴങ്ങ് ഒന്ന് വറുത്ത് കൊടുക്കാനാണ്. രാവിലത്തേക്ക് അവർക്ക് തക്കാളി കറിയും ബീട്രൂട്ടും ഉപ്പേരിയും വെച്ചിട്ടുണ്ട്. പാച്ചു ബീട്രൂട്ടും തക്കാളിയും സ്കൂളിലേക്ക് കൊണ്ടുപോകില്ല. നീ എടുക്കണ്ട. ഇന്നലെ നീ ഒരു വീഡിയോ എടുത്തതിന്റെ ഗുണം ഞാൻ കണ്ടു. ഞങ്ങളുടെ തല മാത്രമായിട്ട് നീ അങ്ങനെ അടി പോണില്ലേ? എന്തില് അപ്പോഴായാലും ഇറങ്ങണം. ആ ഡൂഡാ റെഡിയായാ? മിഠായി വേണമെന്നാ? ഇന്ന് രാവിലെ തങ്കം വേണ്ടി ഒരു മിഠായിക്ക് വേണ്ടിട്ടാണ്. കൈയുണ്ട ചേട്ടനെ വിളിച്ചേ. വേണ്ട വേണ്ട എന്നുള്ള മനസ്സിലാണ്. എന്നോട് നിക്ക് നീ. ഞാൻ നടന്ന് കൊണ്ടാക്കി തരാം. നാളെ ഇട്ടേക്കാലം കയറാം അവിടുന്ന് പോരെ. നീ നേരത്തെ പറഞ്ഞു ഞാൻ കുളിച്ച് റെഡി ആയില്ലേ? ഗുഡ്വാ ബൈ പാച്ച. പാച്ച കലിപ്പിലാട്ടെന്ന് പോണത്. പിടിച്ചിരിക്കി. ഈ പാലത്തിന്റെ അവിടെ വരെ വരും. രണ്ടാളുടെയും വണ്ടി ഒരു സ്ഥലത്തേക്ക് വരും. നീച്ചുവാ. ഇനി നിനക്ക് പോണ്ടേ? അങ്കവാടിയിലേക്ക്. എങ്ങടാ പോണ്ട നിനക്ക്? അങ്കവാടിയിലേക്ക് ഇന്ന് പോണ്ടല്ലെങ്ക. ഇന്ന് പോണ്ടാന്നേ. ഇന്ന് വേണ്ട. അത് നീ പോണ്ട. സമ്മതിക്കില്ല അവള് പോണ്ടാന്ന് പറഞ്ഞ. അവൾക്ക് അംഗനവാടി പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്ക് വരെ ഇഷ്ടമാണ്. കുട്ടീനെ അമ്മയും കൂടി പിടിച്ചിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടം അംഗനവാടിയെ പോവാൻ. പക്ഷെ ഞങ്ങളിടയ്ക്ക് മുടക്കെടുക്കാൻ പറയും. അതൊരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. ബൈ. ഇതാണ് ഞങ്ങളുടെ പുതിയ ലോഗോ. കോളീസ് ഫ്രണ്ട്സ് തൃശ്ശൂര് നമ്മുടെ കോളീസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങള് പുതിയതായിട്ട് ആക്കിയ ലോഗോയാണ്. അതിന്റെ ഇനോഗ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല. ബാവയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. അതിന്റെ മിഠായിയാണ് ഇന്നലെ കൊണ്ടുവന്നത്. എനിക്ക് എന്റെ കൂട്ടുകാരൻ എനിക്ക് മാറ്റി വെച്ചു. ഇത് ഭാരത് 2. അത് RS വണ്ടിയുമ്പോ ഉണ്ടാവും ബാക്കില്. വണ്ടിയുമ്പോ ഉണ്ടായിരുന്നില്ല അത്. പിന്നെ അത് അലോയിലെടുത്ത് പുതിയത് സ്വപ്നം സാക്ഷാത്കരിച്ചു. കുറെ നാളായി അലോയ് എടുക്കണം. അവസാനം തപ്പി നടന്ന് നല്ല അലോയ് തന്നെ കിട്ടി. GTR Proന്റെ 2 വർഷം പഴക്കുണ്ട്. പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല. അവൻ മേടിച്ചിട്ട് വെറുതെ വീട്ടിൽ വെച്ചിരിക്കുന്നു. ഒരു 800 മേടിച്ചതാ. അത് 800 ആയിരുന്നാട്ടാ. അത് ഭയങ്കരമായിട്ട് പുറത്തേക്ക് നിൽക്കും. ആ സമയത്ത് ഭയങ്കര സീനായിരുന്നു. അവ ഇട്ടില്ല, വീട്ടിലെടുത്ത് വെച്ചു. വണ്ടി കൊടുത്തു. പുതിയ വണ്ടി എടുത്തപ്പോൾ അത് വെറുതെ ഇരിക്കുക. ഫേസ്ബുക്കിൽ അപ്രതീക്ഷിതമായി കണ്ടു. മെസ്സേജ് അയച്ചു. നമ്മുടെ വീടിൻ്റെ അവിടെ ശ്രീരാഗെന്ന് വിളിച്ച് ചേരുമ്പോയില്ല അവൻ്റെ വീട്. അപ്പോൾ അവൻ്റെ അടുത്ത് പോയി വിളിച്ച് ഇതിൽ സെറ്റ് ആവുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വെച്ചിട്ട് ഇപ്പോൾ കറക്റ്റ് 114 PCD കറക്റ്റ് സെറ്റ്. ഹാപ്പി. അപ്പം മുഖം തെളിഞ്ഞു. രാവിലത്തെ ഒരു അംഗം വിട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് റെസ്റ്റാ അല്ല തീച്ച. ഇനി ഇവൾക്ക് 10 മണിയൊക്കെ ആകുമ്പോഴേക്കും അംഗനവാടിയിലേക്ക് കൊണ്ടാക്കണം. ഏത് ഇത്തിരി കഴിയുമ്പോഴേക്കും തുടങ്ങുള്ളൂ. നോക്കിയാ എന്റെ ടീച്ചർ പെട്ടെന്ന് കുറച്ചു നേരം കൊണ്ട് കൊറേ മുടി വളർന്നു കേട്ടാ. മാമനെ കാണിച്ചു കൊടുക്ക. ഓടിവാ മാമനെ കാണിച്ചു കൊടുത്തിട്ട് വരാം. ആള് മുടി ഊരാൻ പറഞ്ഞിട്ടാണ്. മാമനെ കാണിച്ചു കൊടുത്തിട്ട് വരാം.
രാവിലെ ഞങ്ങളൊന്ന് പൊക്കി പറഞ്ഞ ഒരാൾക്ക് ഇവിടെ ഒന്ന് ഇത്തിരി മടിയായിട്ടാ. ഇത് രാവിലെ അത് കേട്ടോണ്ടാന്ന് തോന്നുന്നുണ്ട് അല്ലേ ടീച്ചർ? അംഗനവാടി പോണ്ടാ? പോണ്ടാ? ഇവിടെ നോക്ക്, ഇത്ര നേരം വരെ അവള് പറഞ്ഞോണ്ട് ഞാൻ ഫോണിൽ എനിക്കിന്ന് ലീവ് വന്നിട്ടാ. അതുപോലെ ഇവിടെ അവള് ഫോണില് കളിച്ചോണ്ടിരിക്കുന്നു. സ്നാപ്ചാറ്റിൽ ഇങ്ങനെ നമ്മളുടെ ഓരോ വികൃതമായ മുഖങ്ങൾ എടുത്തോണ്ടിരിക്കുമ്പോ മാമന്റെ വണ്ടി അവിടെ വന്ന് സൗണ്ട് കേട്ടപ്പോഴേക്കും ഇവിടെ നിന്ന് ഒരു ഓട്ട ഫോണോട് വെച്ചിട്ട്. നമ്മൾ ഈ മാസത്തേക്കുള്ള സാധനങ്ങൾ ബില്ലിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ. അപ്പൊ ചേട്ടനത് കൊടുത്തിട്ടിട്ട് 2 ദിവസമായി. അപ്പൊ ഇന്നിപ്പോ രാവിലെ പോയിട്ട് വരുമ്പോ അത് എടുത്തിട്ട് വന്നാ ദീച്ച അവൾക്ക് അവളുടെ സൈസിനുള്ള സാധനം എടുത്തോണ്ട് പോണ്ട്. അങ്ങനെ പോണോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിനൊടുവില് ഞങ്ങള് കുഞ്ഞിപ്പെണ്ണത് അംഗനവാടി റെഡി ആയിട്ടാ. പൗഡറൊക്കെ ഇട്ട് ചുന്തിയായി. എന്തിന്റെ കയ്യില്? എന്താ കയ്യില്? എന്ത് മിഠായി? വിച്ച് മിഠായി പറയൂ. വിച്ച് മിഠായി പറയൂ. വിച്ച് മിഠായി ആദിക്ക് കൊടുക്കാനാ? ആദിക്ക് വിച്ച് മിഠായിയാണോ കൊണ്ടോണേ? പോയി ബാഗ് മേടിച്ച് പൈസ ബാഗിലിട്ട് കൊണ്ടുപോണ്ടാട്ടാ. ടീച്ചർ ചീത്ത പറയും. പൈസ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ടീച്ചു ഇതൊക്കെ ടീച്ചിന് അമ്മായി ഏട്ടാ അങ്കവാടിയിലേക്ക് കൊണ്ടാക്കണത്. ടീച്ച അമ്മായിയും കൂടിയിട്ട് അങ്കവാടി പോവാ അല്ലേ? അല്ല ടീച്ച? ടീച്ചുവിന് അംഗനവാടിയിലേക്ക് മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ വണ്ടിയുടെ ഡാഷിൽ നമ്മള് പൈസ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളത് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ആർക്ക് കൊടുക്കാനാടി? മിഠായി കൊടുത്തോ. അതൊന്നും പറയാ നേരല്ലേ. വേഗം ബൈ ബൈ. അങ്ങനെ ടീച്ചപ്പനും കൂടി യാത്രയാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ രാവിലത്തെ കലാപരിപാടികളൊക്കെ അവസാനിച്ചിട്ടാ. അവൾ അംഗനവാടിയിലേക്ക് ആക്രമിക്കുക ദിവസം ലേറ്റ് ആയിട്ടാണ് പോവുക. അത്ര അടുത്താണ് അംഗനവാടി എന്നുണ്ടെങ്കിലും അവൾ ഇന്നും ലേറ്റ് ആയിട്ടാണ് മിക്കവാറും പോകാറ്. അങ്ങനെ ഒരു 10:30 ആയപ്പോഴേക്കും അവൾ അംഗനവാടിയിലാക്കി. ചേട്ടനും അമ്മയൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ആവണ വരെ ഞങ്ങൾ 3 ആളും മാത്രമുള്ള വീട്ടിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു രാവിലത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ്റെ വീഡിയോ. കുറേ നാളായി നമ്മൾ വീഡിയോസ് ഇടാത്തതുകൊണ്ട് ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടതാണ്. ഇനി റെഗുലറായി എന്ന് പറയില്ല, നമ്മുടെ വീട്ടിലത്തെ അത്യാവശ്യം നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.